തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീടിന് തീയിട്ടു. വീട്ടിലുണ്ടായിരുന്ന അമ്മ പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി. നാട്ടുകാർ എത്തിയാണ് തീയണച്ചത്. മകൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. പല ദിവസവും തള്ളേരെ വറുത്ത് ചൂടുവെള്ളം ഒഴിക്കും, പിന്നെ സിറ്റൗട്ടിൽ നിന്ന് പിടിച്ച് തള്ളയിടും, കസേരയെടുത്ത് തലക്കടിക്കും. പല ഉപദ്രവങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. അയലോക്കത്ത് വീട്ടിലെ ട്യൂബും ബൾബും അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിടിച്ച് തള്ളിയിട്ട് തള്ളേരെ തലയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ 2-3 നേരം അവനെ ജയിലിൽ കൊണ്ടിട്ടിരുന്നു. ജയിലൊക്കെ കിടന്നതിന് തന്നെ ഇവൻ ഇവിടെ സ്ഥിരം. അവനെ പേടിച്ച് ഈ പരിസരവാസികൾ ആരും ഇങ്ങോട്ട് വരില്ല. റിനു ശ്രീധരൻ നൽകും വിവരങ്ങൾ. റിനു, തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെങ്കിൽ, സ്ഥിരം പ്രശ്നക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് ചികിത്സ നൽകാത്തത്? എന്താണ് വിവരങ്ങൾ? വിനിത, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വെഞ്ഞാറമൂടിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. വെഞ്ഞാറമൂട് മാണിക്കൽ പഞ്ചായത്തിലെ പ്ലാക്കീഴ് കുന്നുമുകളിൽ ചെമ്പൻ വിനു എന്ന് വിളിക്കുന്ന ബിനു, 42 വയസ്സ്. ഇദ്ദേഹമാണ് സ്വന്തം വീടിന് തീയിട്ടത്. അമ്മ വീടിനകത്തുള്ളപ്പോഴാണ് വീട്ടിൽ തീയിട്ടത്. നിരന്തരം ഒരു സാമൂഹിക വിരുദ്ധൻ എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പോലീസും പറയുന്നുണ്ട് ഇദ്ദേഹം മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, മദ്യത്തിന് അടിമയാണ്, ലഹരി ഉപയോഗിച്ച് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നതാണ് എന്നുള്ളതാണ്. നാട്ടുകാർക്കും ഒരു ഭീഷണിയായി മാറുന്ന ഒരാൾ ആണ്. നിരന്തരം അമ്മയെയും നാട്ടുകാരെയും വീടുകളിലും ഒക്കെ തന്നെ കയറി അക്രമം നടത്തുന്ന ഒരാളാണ് എന്നുള്ളതാണ്. എന്തായാലും വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ കട്ടിലും അതുപോലെ തന്നെ കസേരകളും ടൈൽസ് ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ്, വെഞ്ഞാറമൂട് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും ഇദ്ദേഹത്തെ പിടിച്ചുകെട്ടി, നാട്ടുകാരുടെ സഹായത്തോടു കൂടി പിടിച്ചുകെട്ടി ഇപ്പോൾ തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുമുണ്ട്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.